കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിന്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിലെത്തി. നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി 90% പരിശോധനകളും പൂർത്തിയായെന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് പറഞ്ഞു. വിഭാഗം മേധാവിയുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. നവമിയുടെ ചികിത്സ ആവശ്യത്തിന് വേണ്ടി കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിയപ്പോഴായിരുന്നു കെട്ടിടം തകർന്നു വീണ് മാതാവ് ബിന്ദുവിൻ്റെ ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസമാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് ബിന്ദു മരിച്ചത്. ബിന്ദുവിൻ്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി നവമിയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ കുടുംബം എത്തിയത്. തുടർന്നാണ് ഇത്തരത്തിലൊരു അപകടമുണ്ടാകുന്നതും ബിന്ദുവിന് ജീവൻ നഷ്ടമാകുന്നതും. ഇപ്പോൾ എന്തായാലും തുടർ ചികിത്സയ്ക്കും ശസ്ത്രക്രിയയ്ക്കും വേണ്ടി ഇപ്പോൾ നവമി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയിട്ടുണ്ട്. നവമിയുടെ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി 90% പരിശോധനകളും പൂർത്തിയായി എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമിയെ മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി എത്തിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. വിവരങ്ങൾ നൽകാൻ മിഥുൻ അയ്യപ്പൻ ചേരുന്നുണ്ട്. അവിടെ നിന്ന് മിഥുൻ, വിവരങ്ങൾ. നിഖിൽ, അല്പസമയം മുമ്പാണ് ഇപ്പോൾ ബിന്ദുവിൻ്റെ മകൾ നവമി വീണ്ടും മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ന്യൂറോ സർജറിയുടെ ഭാഗമായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ അഡ്മിറ്റായി കഴിയവെയാണ് ഇത്തരത്തിൽ വലിയൊരു ദാരുണമായിട്ടുള്ള അനുഭവം നവമിക്ക് നേരിടേണ്ടി വന്ന് സ്വന്തം അമ്മയുടെ മരണം സംഭവിക്കുകയായിരുന്നു കഴിഞ്ഞ 3-ാം തീയതി. ഇപ്പോൾ അതിനുശേഷം ഡിസ്ചാർജ് വാങ്ങി വീട്ടിലേക്ക് പോയ നവമിയുടെ തുടർ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് തിരികെ എത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി വീണ ജോർജും അതുപോലെ തന്നെ സർക്കാർ മറ്റു മന്ത്രിമാരുമെല്ലാം സ്ഥലത്തെത്തി ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട് എന്ന് കുടുംബത്തെ അറിയിച്ചിരുന്നു. അതുമായി എല്ലാ ചികിത്സയുമായി ബന്ധപ്പെട്ട എല്ലാ ചെലവുകളും സൗജന്യമായി തന്നെ സംസ്ഥാന സർക്കാർ ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ അവർക്ക് കുടുംബത്തിന് സർക്കാർ ഉറപ്പ് നൽകിയിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുമ്പ് തന്നെ ഡോക്ടർ രതീഷ്, ഡെപ്യൂട്ടി സൂപ്രണ്ടാണ് മെഡിക്കൽ കോളേജിലെ, അദ്ദേഹം ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി. ഏതാണ്ട് 90%-ഓളം പരിശോധനകൾ ഇതോടകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ശസ്ത്രക്രിയയ്ക്ക് ഇനി മുമ്പായി നടത്തേണ്ട ഇനി ഒരു 10% പരിശോധനകൾ മാത്രമേ ഇനി പൂർത്തിയാക്കാനുള്ളൂ. അതുകൂടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ ശസ്ത്രക്രിയ അതിൻ്റെ റിസൾട്ടിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഉചിതമായൊരു തീയതി നിശ്ചയിക്കും. അത് ന്യൂറോ വിഭാഗം മേധാവി ഡോക്ടർ രതീഷിൻ്റെ നേതൃത്വത്തിലാണ് ആ ഒരു സർജറി നടക്കുക. അത് ഈ പരിശോധനകൾ കൂടി അടിസ്ഥാനത്തിൽ അക്കാര്യത്തിൽ ഒരു തീരുമാനമാകും. തീയതിയെല്ലാം അതിനുശേഷമാണ് പ്രഖ്യാപിക്കുക. ഒപ്പം തന്നെ അനസ്തീഷ്യ മേധാവിയും അതുപോലെ തന്നെ ഓർത്തോ വിഭാഗം മേധാവിയും ഇതോടകം തന്നെ എല്ലാ കാര്യങ്ങളും പരിഗണിക്കുന്നുണ്ട്. അല്ലാതെ ഈ സർജറിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതാത് വകുപ്പ് മേധാവികൾ തന്നെയാണ് നേതൃത്വം നൽകുന്നത്. മെഡിക്കൽ ബോർഡ് രൂപീകരിച്ച് തുടർന്നുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിച്ചതിന് ശേഷം മെഡിക്കൽ ബോർഡ് തുടർ നടപടികൾ എടുക്കുമെന്നാണ് ഇപ്പോൾ ആശുപത്രി അധികൃതരിൽ നിന്നും നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം. ഏതായാലും ഇപ്പോൾ മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക് ഇവരെ നവമിയെ പ്രവേശിപ്പിച്ച് കഴിഞ്ഞു. പരിശോധനകൾക്ക് ശേഷം ന്യൂറോ വിഭാഗത്തിലേക്ക് അവരെ മാറ്റും. അവിടെ ഡിസ്ചാർജ് ചെയ്ത് മറ്റ് നടപടികളെല്ലാം തന്നെ പൂർത്തിയാക്കിയതിന് ശേഷമായിരിക്കും ശസ്ത്രക്രിയ അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതാണ് ഇപ്പോൾ മെഡിക്കൽ കോളേജ് അറിയിച്ചിരിക്കുന്നത്. ശരി മിഥുൻ. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീണ് മരിച്ച ബിന്ദുവിൻ്റെ മകൾ നവമി ശസ്ത്രക്രിയയ്ക്കായി മെഡിക്കൽ കോളേജിൽ എത്തി. നവമിയുടെ ശസ്ത്രക്രിയയ്ക്കായി 90% പരിശോധനകളും പൂർത്തിയായി എന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ രതീഷ് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിലേക്ക്. സർജറിക്ക് വേണ്ടി ഇവിടെ എത്തിച്ചേരുമെന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. സർജറി നടത്താനുള്ള കാര്യങ്ങളെല്ലാം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് 90%-ഓളം ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളും നമ്മൾ ആൾറെഡി ചെയ്തിട്ടുണ്ട്.
ഇനി ഒരു 10% മാത്രമാണ് ചെയ്യാനുള്ളത്. അതിൽ നിന്ന് അഡ്മിറ്റ് ചെയ്തതിന് ശേഷം ആ ടെസ്റ്റുകളിലൂടെ ചെയ്തതിന് ശേഷം ന്യൂറോ സർജറി വിഭാഗം HOD ഡോക്ടർ സതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലാണ് സർജറികൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഓർത്തോപീഡിക്സ് മേധാവി ഡോക്ടർ ടിജി തോമസ് അദ്ദേഹവും ആ ടീമിലുണ്ട്. അനസ്തീഷ്യ മേധാവി ഡോക്ടർ ലതാ ജനാർദ്ദനും ടീമിലുണ്ടാവും. അപ്പോൾ മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിന് ശേഷം ഏറ്റവും അടുത്ത തീയതിയിൽ തന്നെ ഓപ്പറേഷനുമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്.